നമ്മളുടെ പ്രിയപ്പെട്ട, നമ്മളുടെ താരചക്രവർത്തിയായ, നമ്മളുടെ എല്ലാമായ നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, അദ്ദേഹം ഈ കോളേജിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ഔപചാരികമായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മളാരുമല്ല, നമ്മളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. മലയാള സിനിമയെ കേരളത്തിന് വെളിയിലേക്ക് ലോകത്തിലാകമാനം അറിയിച്ച 3 ദേശീയ അവാർഡുകൾ നേടിയ ഭരത് ശ്രീ മമ്മൂട്ടിക്ക് നിർമ്മല കോളേജിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തായാലും നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. നമസ്കാരം. ഇത് ഇപ്പോൾ ഈ നമ്മുടെ കൈരളി ടി വിയുടെ സ്റ്റുഡൻസ് ഒള്ളി പ്രോഗ്രാമായിട്ട് കണക്കാക്കണ്ട. നമ്മുടെ ഈ പ്രിൻസിപ്പൽ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങളുടെ 50ാം വാർഷികത്തിന് എന്നെ വിളിച്ചാണ്. എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അതിന് പകരം വന്നാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ വിസിറ്റേഴ്സ് ബുക്കിലൊന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഒന്നുകൂടെ പഠിക്കാൻ മോഹം എഴുതിയിട്ടുണ്ട് ഞാൻ. കാരണം ഇങ്ങോട്ട് നോക്കുമ്പോഴും ഉണ്ട് മോഹം, ഇങ്ങോട്ട് നോക്കുമ്പോഴും ഉണ്ട് മോഹം. അല്ല, വേറൊന്നും കൊണ്ടല്ല, ഇത്രയും സുന്ദരന്മാരെയും സുന്ദരികളും നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും ഇല്ല, അത് ഒലിപ്പിക്കണമല്ല, ആക്കുകയല്ല. സത്യം പറയുന്നില്ല. എന്താ, നിങ്ങളതിനെ നോക്കിക്കോളൂ, അല്ലെ നിങ്ങളിങ്ങോട്ട് നോക്കിക്കോളൂ. ഏതായാലും ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഏത് തരത്തിലുള്ള ജീവിതമായാലും ശരി, നമ്മൾ പലതരത്തിലുള്ള ജീവിതങ്ങൾ പിൽക്കാലത്ത് ഏൽക്കേണ്ടി വന്നാലും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലം. നമുക്ക് വളരെ കുറഞ്ഞ ഉത്തരവാദിത്വമേ ഉള്ളൂ. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അന്നന്ന് പഠിപ്പിക്കുന്നത് എന്നെങ്കിലും പഠിക്കുക. പക്ഷേ എനിക്ക് വളരെ സന്തോഷകരമായ, ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ പഠിക്കുന്നുണ്ട് കോളേജിലും ഇവിടെയൊക്കെ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഈ തലമുറ അവരെന്തായിത്തീരണം, എന്താകണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് ആരും പറയാതെ അവർക്ക് തന്നെ നിശ്ചയമുള്ളതാണ്. അവർ തന്നെ തീരുമാനിക്കുന്നു. അതായത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ത് പഠിക്കണമെന്ന് വീട്ടുകാർ പറയും. ഡോക്ടറാകാൻ പോയി, എന്നെ കൊണ്ട് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ചേർത്തു. ഡോക്ടറാകണമെന്ന് എൻ്റെ വാപ്പയുടെ ആഗ്രഹം. ഞാൻ പ്രീ ഡിഗ്രി തോറ്റുപോയി. പിന്നെ ഞാൻ BA ചേർന്നു. അതും ഒരു അന്തമില്ല, ഒരു ലക്ഷ്യവുമില്ല. പ്രീ ഡിഗ്രി തോറ്റുപോയി. പ്രീ ഡിഗ്രി 2ാമത് എഴുതിയെടുത്തു. എന്താ ഇങ്ങനെ കോമൺ? ഞാൻ പറഞ്ഞേക്കപ്പോൾ തിരിച്ചെടുക്കുവേ. പ്രീ ഡിഗ്രി ജയിക്കാതെ പിന്നെ 2ാമത് BA പഠിക്കാൻ പറ്റില്ല. ഇവിടെ പറ്റുമോ? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതറിയാവുന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചൊക്കെ തെറ്റിപ്പോയേ ദൈവമേ. അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ലോ കോളേജിൽ പോയി വക്കീലാകാൻ നോക്കി, അതും ശരിയായില്ല. അവസാനം ഇങ്ങനെ ഇതായി തീർന്നു. അപ്പം നമുക്കൊന്നും ജീവിതത്തിൽ നിങ്ങളെപ്പോലെയല്ല, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കെതിരായി ഒരുപക്ഷെ അത് നമ്മുടെ രക്ഷകർത്താക്കളുടെയോ നമ്മളെക്കാൾ മുതിർന്നവരുടെയോ ആഗ്രഹങ്ങളായിരിക്കും. അവർക്ക് നമ്മളെന്തായിത്തീരണമെന്ന് അവർക്ക് ചില നിശ്ചയങ്ങളുണ്ടാവും. നിങ്ങളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരായിത്തീരണമെന്ന് നിങ്ങളാണ് നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും അതായിരിക്കും ഒരുപക്ഷെ പുതിയ ലോകത്തിൻ്റെ പുതിയ സാമ്രാജ്യ അല്ലെങ്കിൽ രാഷ്ട്രീയ വാദങ്ങളുടെ ഒരു അന്ത്യമായി തീരാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തെ നമ്മുടെ പുതിയ പൗരന്മാർ എന്താകണം, എങ്ങനെ ഈ രാജ്യം കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ്. ആരുടെയും പ്രേരണയ്ക്കോ നിർബന്ധത്തിനോ വഴങ്ങാതെ. അതുതന്നെയാണ് ഏറ്റവും വളരെ സന്തോഷകരമായ കാര്യം. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക്, പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, വിദ്യാർത്ഥി രാഷ്ട്രീയം, പിന്നെ ഈ ഫീസ് അതൊന്നും നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ നല്ലോണം പഠിച്ചാൽ ഫീസ് കൊടുക്കാതെ പഠിക്കാം. കുറച്ച് മോശമായി കഴിഞ്ഞാൽ ഫീസ് കൊടുക്കേണ്ടി വരും. പിന്നെ സാമ്പത്തിക ഭദ്രത, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മൾ പിള്ളേർ അതൊക്കെ എന്തിനാ അറിയുന്നല്ലേ? അല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രായമായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. സോറി. അത് മമ്മൂക്കയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും മമ്മൂക്കയ്ക്ക് പ്രായമായി എന്ന് തോന്നില്ല.
അല്ല എന്നാലും ഒരു പ്രായം ഉണ്ടല്ലോ ഗോവിന്ദൻകുട്ടിക്ക് എനിക്കൊരു പ്രായമല്ലല്ലോ ഏതായാലും. അല്ല ഞാൻ പറയുകയാണ്, നിങ്ങളെക്കാൾ അറ്റ്ലീസ്റ്റ് ജീവിതാനുഭവമെങ്കിലും ഉണ്ടല്ലോ, പ്രായമില്ലല്ലോ. വളരെ വളരെ സന്തോഷമാണ്. ഞാനവിടെ ഒരു ഷൂട്ടിങ്ങിന് ഇടയ്ക്കെന്ന് വന്നതാണെങ്കിലും അവിടെ പോയിട്ട് അത്യാവശ്യം സീനുണ്ട്, എനിക്ക് വേണ്ടി അവിടെ 1-2 ആൾക്കാർ ഷൂട്ടിങ്ങിന് കാത്തിരിപ്പുണ്ട്. എന്നാലും എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. എന്നാലും ഗോവിന്ദൻകുട്ടിയുടെ പരിപാടി നടക്കട്ടെ. താങ്ക് യു.